എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. അങ്ങനെ മറ്റൊരു ചരിത്ര സംഭവം കൂടെ നടന്നിരിക്കുകയാണ്. എലോൺ മസ്കിൻ്റെ ന്യൂറാലിങ്ക് ആദ്യമായിട്ടൊരു മനുഷ്യനിൽ പരീക്ഷിച്ചിരിക്കുകയാണ്. ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ വർഷങ്ങളായിട്ട് കേൾക്കുന്ന ഒന്നാണ്, എലോൺ മസ്ക് ന്യൂറാലിങ്ക് കൊണ്ടുവരികയാണ്, മനുഷ്യൻ്റെ തലച്ചോറിനെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു യന്ത്ര ഉപകരണം. നമ്മളൊരു ഫോൺ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഫോണാണല്ലോ, നമ്മളെല്ലാം വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടാണ് ആ ഫോൺ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരുടെയും തലച്ചോറിൽ ഘടിപ്പിക്കാവുന്ന ഒരു ചിപ്പ്, തലച്ചോറിൽ നേരിട്ട് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഘടിപ്പിക്കുന്നു, അതിലൂടെ നമ്മളെ ഒരു സൂപ്പർ ഹ്യൂമൺ ആക്കി മാറ്റാൻ പോകുന്നു തുടങ്ങിയ വാദങ്ങളൊക്കെ ആയിരുന്നു എലോൺ മസ്ക് മുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് പഠനങ്ങളും പരീക്ഷണങ്ങളും നടന്നു. അതിനിടയ്ക്ക് US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അഥവാ FDA ഹ്യൂമൻ ട്രയൽസ് അഥവാ മനുഷ്യരിൽ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അനുമതി കൊടുക്കുകയാണ്. അങ്ങനെ ഏറ്റവും ഒടുവിൽ ആദ്യമായിട്ട് ന്യൂറാലിങ്ക് ഒരു മനുഷ്യന്റെ തലച്ചോറിൽ ഘടിപ്പിച്ച് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അതിൽ നിന്നുള്ള റിസൾട്ട് പുറത്തുവിടുമെന്നാണ് എലോൺ മസ്ക് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്താണ് ന്യൂറാലിങ്ക്? പല സാധാരണക്കാർക്കും അതിനെപ്പറ്റി അറിയണമെന്നില്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് എന്താണ് ന്യൂറാലിങ്ക്, അത് വാഗ്ദാനം ചെയ്യുന്ന സാധ്യതകൾ, ആ ഒരു ഭാവി എന്താണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ന്യൂറാലിങ്കിലൂടെ അങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കാം. അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇതിൻ്റെ, അത് നേട്ടങ്ങളാണ്, മറിച്ചൊരു ദോഷങ്ങൾ എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങൾക്കും ഉണ്ടല്ലോ അല്ലേ, അതിൻ്റെ ദോഷങ്ങൾ കൂടെ നമ്മൾ പരിശോധിക്കണ്ടേ. അതോടൊപ്പം ന്യൂറാലിങ്കിൻ്റെ ഭാവി എന്താകും, ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. അതായത് ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുവാണെങ്കിൽ ഏതൊരു സാധാരണക്കാരനും ന്യൂറാലിങ്ക് എന്താണെന്നും അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും സമഗ്രമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആദ്യം നമുക്ക് എന്താണ് ന്യൂറാലിങ്ക് എന്ന് പരിശോധിക്കാം. നിങ്ങളൊരു ഭാവി ലോകത്തെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടെ സാധാരണഗതിയിൽ നമ്മളൊരു സ്മാർട്ട് ഫോൺ, നിങ്ങളെല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. ആ സ്മാർട്ട് ഫോണിൽ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? വിരലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് കൺട്രോൾ ചെയ്യുന്നത് അല്ലേ? ചില അവസരങ്ങളിൽ നിങ്ങൾ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് വോയിസ് കൺട്രോൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ 99% നമ്മൾ വിരലുകളാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കമ്പ്യൂട്ടറുകളെ കൺട്രോൾ ചെയ്യുന്നത് അങ്ങനെയാണ്. നിങ്ങളുടെ ക്യാമറകളെയും ചുറ്റുമുള്ള എല്ലാ ഉപകരണങ്ങളെയും നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളുടെ തന്നെ ഒരു കൈവച്ചോ അല്ലെങ്കിൽ വോയിസ് റെക്കോഗ്നിഷനിലൂടെ ഒക്കെ തന്നെയാണ്. നിങ്ങളൊരു ഔട്ട്പുട്ട് ഫിസിക്കലായിട്ട് കൊടുക്കേണ്ടിയിരിക്കുന്നു അല്ലേ? പക്ഷേ മറിച്ച് വരും തലമുറയിൽ, വരും ലോകത്ത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബ്രെയിൻ പവർ യൂസ് ചെയ്തുകൊണ്ടാണെങ്കിലോ. അതായത് നിങ്ങൾ യൂട്യൂബ് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യണമല്ലേ, അതിന് പകരം നിങ്ങൾ ആ സ്ക്രീൻ സ്ക്രോൾ ചെയ്യട്ടെ എന്ന് മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് ആ സ്ക്രീൻ മുകളിലേക്ക് പോവുകയും നിങ്ങൾക്ക് വേണ്ട ഒരു വീഡിയോ അവിടെ കാണുമ്പോഴേക്കും ഓപ്പൺ ആ വീഡിയോ എന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുമ്പോൾ ആ വീഡിയോ ഓപ്പൺ ആകുകയും നിങ്ങൾക്കത് വേണ്ടെങ്കിൽ ബാക്ക് അടിക്കാനും എല്ലാം നിങ്ങളുടെ മനസ്സുകൊണ്ട് പറ്റിയാലോ. നിങ്ങളുടെ കമ്പ്യൂട്ടറുകൾ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് കീബോർഡുകളും മൗസുകളും കൊണ്ടാണ്. പക്ഷേ അതിന് പകരം അവിടെ കമ്പ്യൂട്ടർ ഇരിക്കുന്നു, ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഇന്ന ആ ഒരു മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യൂ, ആ ഒരു സിനിമ പ്ലേ ചെയ്യൂ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും മനസ്സുകൊണ്ട്, യാതൊരുവിധ ഉപകരണവും ഇല്ല. അതായത് നമ്മളുടെ മനസ്സും ടെക്നോളജിയുമായിട്ട് ഡയറക്റ്റ് കണക്റ്റഡ് ആണെങ്കിലോ. ഇപ്പം നമ്മുടെ മനസ്സും ടെക്നോളജിയായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നത് എങ്ങനെയാണ്? നടുക്കുള്ളൊരു ഒരു ഡിവൈസിലൂടെയാണ്, ഒരു ഇൻപുട്ടിലൂടെയാണല്ലോ, ഒരു ഫിസിക്കൽ ഇൻപുട്ടിലൂടെയാണ് കണക്ട് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഈ ഒരു ഭാവിയാണ് ന്യൂറാലിങ്ക് വാഗ്ദാനം ചെയ്യുന്നത്. ടെക്നോളജിയും നമ്മളുടെ മനസ്സിനെയും കൂടെ നടുക്ക് ഒരു ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റ് കണക്ട് ചെയ്യുകയാണ്. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ടെക്നോളജിക്കൽ ഡിവൈസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള സറൗണ്ടിങ്സിലെ മാറ്റങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ അത്ഭുത കഥകളിലും സിനിമകളിലൊക്കെ കാണാറുണ്ട്, മനസ്സിൽ വിചാരിക്കുന്നു ചുറ്റുമുള്ള കാര്യങ്ങൾ നടക്കുന്നു അല്ലേ, മാന്ത്രിക ലോകത്ത് എന്ന പോലെ നടക്കും എന്നുള്ളതാണ് എലോൺ മസ്കിന്റെ വാദം. വീഡിയോയുടെ ഇൻട്രോ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട്, നമ്മുടെ തലയിൽ, തലച്ചോറിൽ എന്തോ ഒന്ന് ഘടിപ്പിക്കുന്നുണ്ടെന്നല്ലേ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും ആ ഒരു വസ്തുവിന്റെ പേരാണോ ന്യൂറാലിങ്ക് എന്ന്? അല്ല, ആ ഒരു വസ്തു എന്ന് പറയുന്നത് ഒരു ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് ആണ്. നമ്മളുടെ തലച്ചോറിനെയും ഈ ഒരു ടെക്നോളജിക്കൽ ഡിവൈസിനെയും ഡയറക്റ്റ് ബന്ധിപ്പിക്കുന്ന ഒരു ഡിവൈസ് ആണ്. അങ്ങനത്തെ ഡിവൈസുകൾ നിർമ്മിക്കുന്നതിൽ മുൻനിരയിലുള്ള ഒരു കമ്പനിയാണ് ന്യൂറാലിങ്ക്. ആ ഒരു കമ്പനിയാണ് ന്യൂറാലിങ്ക്. അപ്പോൾ അവർ നിർമ്മിക്കുന്ന, തീർച്ചയായിട്ടും അവർ ആ പേര് തന്നെയായിരിക്കും കൊടുക്കുന്നതല്ലേ. അല്ലാതെ ഇങ്ങനത്തെ എല്ലാ വസ്തുക്കളെയും നമുക്ക് ന്യൂറാലിങ്ക് എന്ന് വിളിക്കാൻ സാധിക്കില്ല. അതായത് ഇവിടെ ന്യൂറാലിങ്ക് ചെയ്യുന്ന കാര്യം എന്തെന്നാൽ നമ്മളുടെ തലച്ചോറിൽ ഘടിപ്പിക്കാൻ പറ്റുന്ന, നമ്മുടെ തലയോട്ടിയുടെ അടിയിലായിട്ട് തലച്ചോറിനോട് ചേർന്ന് ഘടിപ്പിക്കാൻ പറ്റുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, വളരെ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഡിവൈസ് നിർമ്മിക്കുക. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ഭാഗത്തിൽ ലിങ്ക് എന്നായിരിക്കും വിളിക്കുന്നത്. ഈ ഒരു ലിങ്കാണ് നമ്മളുടെ തലച്ചോറിലെ ചിന്തകളും പുറത്തെ ഇലക്ട്രോണിക് ഡിവൈസുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. വർഷം 2016 ടെസ്ലയുടെയും സ്പേസ് എക്സിന്റെയൊക്കെ CEO ആയിട്ടുള്ള എലോൺ മസ്കും അതോടൊപ്പം തന്നെ NBA സാക്രമെന്റോ കിങ്സിന്റെ ഓണറും ഓൺട്രപ്രൂണറുമായിട്ടുള്ള ബ്രയാൻ ജോൺസൺ കൂടി ചേർന്ന് ഇങ്ങനത്തെ ഒരു പദ്ധതി അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ 8 വർഷം കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഫസ്റ്റ് ഹ്യൂമൻ ട്രയൽ നടത്തുന്നതെന്ന് ഓർക്കുക. അപ്പോൾ ഇവർ മുമ്പോട്ട് വെച്ച ആശയം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വരും ഭാവിയിൽ, വരും തലമുറകളിൽ AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കൃത്രിമ ബുദ്ധി അത്രത്തോളം ശക്തി പ്രാപിക്കുകയാണെങ്കിൽ
അത് മനുഷ്യനൊരു അപകടമായിട്ട് വരരുത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നമ്മളുടെ കൈപ്പിടിയിൽ തന്നെ ഒതുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു സംഭവം വയ്ക്കുന്നത്. അതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു വിഷൻ എന്ന് പറയുന്നത്. ഈ ന്യൂറാലിങ്ക് എന്നുള്ളത് ഒരു 50 പൈസ കോയിൻ്റെ സൈസുള്ള ഒരു ചിപ്പായിരിക്കും. ഈ ചിപ്പ് എന്ന് പറയുന്നത് ഒരു സർജറിയിലൂടെ നമ്മുടെ തലയോട്ടിയുടെ അടിയിൽ നമ്മുടെ തലച്ചോറിനോട് ചേർന്നായിരിക്കും ഘടിപ്പിക്കുന്നത്. ഇതിൽ 1024 ഇലക്ട്രോഡുകളാണുള്ളത്. ഈ ഇലക്ട്രോഡുകളെ വളരെ നേർത്ത വഴുവഴുക്കമുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഈ ത്രെഡുകൾ, ചെറിയ നൂലുകൾ പോലുള്ള ശൃംഖലകളുണ്ട്. ഈ ശൃംഖല വഴിയാണ് നമ്മുടെ തലച്ചോറിലേക്ക് കണക്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അതായത് നമ്മുടെ തലച്ചോറിലേക്ക് വരുന്നത് ഈ ഒരു ചെറിയ ത്രെഡുകൾ പോലെ വളരെ നേർത്ത, വളരെ വഴുവഴുക്കമുള്ള, വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ത്രെഡുകളായിരിക്കും. ഈ ത്രെഡുകൾ ഈ ഒരു കോയിൻസൈസ്ഡ് ആയിട്ടുള്ള ചിപ്പിലേക്ക് കണക്ട് ചെയ്യുന്നു. ആ ചിപ്പാണ് പുറത്തെ ഇലക്ട്രോണിക് ഡിവൈസുമായിട്ട് കംപ്ലീറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഘടന എന്നുള്ളത്. എങ്ങനെയാണ് ഈ ന്യൂറാലിങ്ക് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇലക്ട്രോ ഫിസിയോളജിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ന്യൂറാലിങ്കുകൾ വർക്ക് ചെയ്യുന്നത്. എന്താണ് ഇലക്ട്രോ ഫിസിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശാസ്ത്ര മെഡിക്കൽ മേഖലയാണ്. അവിടെ പ്രധാനമായിട്ടും പഠിക്കുന്നത്, അതായത് നമ്മളുടെ നാഡീവ്യൂഹങ്ങളിൽ ഇപ്പോൾ തലച്ചോറ് എടുക്കുവാണെങ്കിൽ തലച്ചോറിൽ ഒരുപാട് ന്യൂറോൺസ് ഉണ്ടല്ലേ. ഈ ന്യൂറോൺസ് എങ്ങനെയാണ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? നമ്മളൊരു കാര്യം ആലോചിക്കുമ്പോഴേക്കും നമ്മളുടെ ന്യൂറോൺസിന് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ടല്ലേ. അപ്പോൾ ഈ ന്യൂറോൺസിൻ്റെ അറ്റത്ത് സിനാപ്സസ് എന്ന് പറയുന്ന ചെറിയൊരു ഭാഗമുണ്ട്. ഈ സിനാപ്സസിലൂടെ പരസ്പരം ന്യൂറോൺസ് ഇലക്ട്രിക്കൽ സിഗ്നലുകൾ അയച്ചുകൊണ്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ ബയോളജി ടെക്സ്റ്റ് ബുക്കുകളിൽ പഠിച്ചിട്ടുള്ള കാര്യമാണല്ലേ. അപ്പോൾ ഇവിടെ ന്യൂറാലിങ്ക് ചെയ്യുന്ന കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾക്ക് ഇന്നൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ അകത്ത്, ഇപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ തലച്ചോറിൻ്റെ അകത്തൊക്കെ ഒരുപാട് സിഗ്നൽസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ന്യൂറാലിങ്ക് ചെയ്യുന്നത് ഈ സിഗ്നലുകളെ പിടിച്ചെടുത്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് ചിന്തിക്കുമ്പോഴേക്കും ഒരു പ്രത്യേക സ്പൈക്കിലുള്ള സിഗ്നലുകളായിരിക്കും അവിടെ രൂപപ്പെടുന്നത്. അപ്പോൾ ഇത് പിടിച്ചെടുത്ത് നമ്മൾ എന്ത് കാര്യമാണ് ഉദ്ദേശിച്ചത് എന്ന് ഈ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് മനസ്സിലാക്കിയാണ്. ഇപ്പോൾ നമുക്ക് പല സംശയങ്ങൾ തോന്നാം. ഇതൊക്കെ വളരെ മൈന്യൂട്ടായിട്ട് പൊടിക്ക് ഒരു രീതി നടക്കുന്ന കാര്യങ്ങളല്ലേ. ഒരു മെഷീൻ ഇതൊക്കെ കറക്റ്റായിട്ട് പിടിച്ച് പ്രവർത്തിക്കാൻ പറ്റുമോ? അതായത് നമ്മളൊരു കാര്യം പോസിറ്റീവായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നെഗറ്റീവായിട്ട് ഭവിച്ചാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമല്ലേ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ന്യൂറാലിങ്ക് എന്ന് പറയുന്നത് ജസ്റ്റ് എന്തെങ്കിലും സിഗ്നലുകൾ എടുത്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒന്നല്ല, മറിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കൃത്രിമ ബുദ്ധി അടിസ്ഥാനപ്പെടുത്തി വർക്ക് ചെയ്യുന്ന ഒന്നാണ്. ഇത് ഒരുപാട് മനുഷ്യരുടെ തലച്ചോറിൽ കളിപ്പിക്കുന്നു. അവരിൽ നിന്നുള്ള ഇൻപുട്ടുകളൊക്കെ എല്ലാം എടുത്ത് വലിയൊരു ഡാറ്റാബേസിലിട്ട് മെഷീൻ ലേണിംഗ് നടത്തി പഠിച്ച് അത്രത്തോളം സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളിലൂടെ എല്ലാവരുടെ മനുഷ്യ മനസ്സിനെ പഠിച്ച് അവരിങ്ങനെ ചിന്തിക്കുമ്പോൾ ഇത്രത്തോളം ആയിരിക്കും സംഭവിക്കുന്നത്. അത് ഒരിക്കലും തെറ്റാത്ത രീതിയിലേക്ക് അത്രത്തോളം വ്യാപകമായിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കുന്ന ഒരു കൃത്രിമ ബുദ്ധി കേന്ദ്രം കൂടെയാണ് ന്യൂറാലിങ്കിൻ്റെ ആ ഒരു ഡാറ്റാബേസ് എന്നുള്ളത്. അത് വലിയൊരു സെർവറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതിൻ്റെ അകത്ത് വലിയ പഠനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ തലച്ചോറിൽ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കാര്യമായിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമ്മളുടെ തലച്ചോറിൽ പിടിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ അത് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അതിൻ്റെ മെയിൻ ഡാറ്റാബേസിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് മനുഷ്യൻ്റെ ചിന്ത? ഈ ചിന്ത ചിന്തിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും സ്പൈക്ക്, വേറൊരാളും ചിന്തിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും സ്പൈക്ക്. അപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഡാറ്റ ആകുമ്പോഴേക്കും ഇതിന് ഉറപ്പിക്കാൻ പറ്റും ഇങ്ങനെ തന്നെയായിരിക്കും ആ ചിന്ത എന്നുള്ളതല്ലേ. ഇതാണ് അടിസ്ഥാനപരമായിട്ട് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. വലിയൊരു എമൗണ്ട് ഓഫ് ഡാറ്റ വരുമ്പോഴേക്കും അത് ഗസ് ചെയ്യാൻ പറ്റുന്ന പ്രോബബിലിറ്റി ഓൾമോസ്റ്റ് 99.9% വരെയൊക്കെ എത്താൻ സാധിക്കും ന്യൂറാലിങ്കിന്. അതായത് വരും ഭാവി ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ സിനിമകളിൽ സൂപ്പർ ഹ്യൂമൻസിനെ പറ്റി കാണാറുണ്ട്, അല്ലെങ്കിൽ എന്തിനു മണ്ണിൽ ചിട്ടി റോബോട്ടിനെ കണ്ടിട്ടുണ്ട്. എന്ത് കാര്യമുണ്ടെങ്കിലും അതിനിങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഏത് ഇൻ്റർനെറ്റ് ഡാറ്റാബേസിൽ നിന്ന് അതിന് പഠിക്കാൻ പറ്റും. കാരണം ഇൻ്റർനെറ്റ് എല്ലാ വിവരങ്ങളും ഉണ്ട്. ആ ഒരു ചിട്ടി റോബോട്ടിന് ഇൻ്റർനെറ്റുമായിട്ട് ഡയറക്റ്റ് ആക്സസ് ഉണ്ട്. പിന്നെ ഒരു പന്നോ ഇല്ല വിവരത്തിനല്ലേ. നമ്മൾക്കും അങ്ങനെ ചിന്തിക്കാൻ പറ്റിയാലോ? നമ്മൾക്ക് ഇന്നൊരു കാര്യത്തെപ്പറ്റി അറിയണമെന്ന് വിചാരിക്കുകയാണ്, നമ്മളത് മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു ഇൻഫോർമേഷൻ എത്തിയാലോ. അതായത് നിങ്ങളെ സൂപ്പർ ഹ്യൂമൺ ആക്കി മാറ്റാനുള്ള എല്ലാ ശേഷിയുമുള്ളൊരു വസ്തുവാണ് ന്യൂറാലിങ്ക് എന്നാണ് ഈ ഒരു കമ്പനിയുടെ അവകാശവാദം. ഇനി നമുക്ക് 1 by 1 ആയിട്ട് ഇതിൻ്റെ സാധ്യതകളെ പറ്റി പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തത് മൊബിലിറ്റി ഫംഗ്ഷനാണ്. എന്താണെന്ന് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരണമല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരുപാട് പേർക്ക് പല അപകടങ്ങളിൽ പെട്ട് അംഗവൈകല്യം സംഭവിക്കാറുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം ബാധിച്ച് തളർന്നു പോകാറുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം എടുക്കുക. ഇപ്പോൾ ഒരു അപകടത്തിൽപ്പെട്ട് ഈ കൈ ഇവിടെ നറ്റുപോയി എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് നമുക്ക് പ്രോസ്തറ്റിക് ആയിട്ടുള്ള ഒരു കൈ പിടിപ്പിക്കാൻ പറ്റും, നമുക്കൊരു വെപ്പ് കൈ പോലത്തെ ഒരു സാധനം പിടിപ്പിക്കാൻ പറ്റും അല്ലേ. പക്ഷേ ഇവിടെ നറ്റുപോയതുകൊണ്ട് ആ വെപ്പ് കൈയുടെ വിരൽ എനിക്ക് അനക്കാൻ പറ്റില്ല. ഞാൻ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ആ വിരൽ അനക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെയാണ് ന്യൂറാലിങ്കിൻ്റെ ഒരു സാധ്യത വരുന്നത്. ഞാൻ ഇവിടെ ഒരു മെഷീൻ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ആം പിടിപ്പിക്കുകയാണ്. ആ ഒരു ഫിംഗറുകളെല്ലാം മൂവബിളാണ്, മോട്ടറൈസബിളാണ്. അപ്പോൾ എൻ്റെ ചിന്തകൾ കൊണ്ട് എനിക്ക് ഈ വിരലുകളെ അനക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറ്റിയാലോ. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അതായത് മുട്ടിന് താഴത്തേക്ക് കാല് മുറിച്ച് കളയേണ്ടി വരുന്നവരെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടാകും. അവർ വെപ്പ് കാലുകളായിരിക്കും വയ്ക്കുന്നത്. അവർക്ക് കാലിൻ്റെ ഉപ്പൂറ്റി ഭാഗത്ത് ആ ഒരു കാൽപാദം അനക്കാൻ പറ്റാനോ കാലിൻ്റെ വിരലുകൾ അനക്കാൻ പറ്റാനോ സാധിക്കില്ല. അവർക്ക് ആ ഒരു ജസ്റ്റ് മൂവ്മെൻറ്റുകൾ മാത്രം
പറ്റുള്ളൂ അല്ലേ. പക്ഷേ ഇനി വരും ഭാവിയിൽ ആ ഒരു ഡിവൈസ് കൂടെ, ആ ഒരു വെപ്പ് കാലോ വെപ്പ് കയ്യോ ഒക്കെ കൂടെ ന്യൂറാലിങ്കുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന ഒരവസ്ഥയിൽ നമ്മൾ വിചാരിക്കുകയാണ് നമുക്ക് ഈ വിരൽ അനക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് മെഷീൻ വിരലാണ്, ഇങ്ങോട്ട് സെൻസർ ഞരമ്പുകളൊന്നും ഇല്ല. പക്ഷേ ന്യൂറാലിങ്കിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് ഒരു കൈ വെച്ചിട്ട് ഒരു വസ്തു എടുക്കാനോ അല്ലെങ്കിൽ കാൽവിരലുകൾ അനക്കാനോ കാലിൻ്റെ പാദം ചലിപ്പിക്കാനോ കൈപാദം ചലിപ്പിക്കാനോ ഒക്കെ പറ്റുന്ന സാഹചര്യങ്ങൾ. ഇത് വളരെ സാധ്യതയുള്ള ഒരു സംഭവം തന്നെയാണ് ഈ ഒരു മൊബിലിറ്റി ഫംഗ്ഷൻ എന്നുള്ളത്. രണ്ടാമത്തത് കാഴ്ചയുടെ പ്രശ്നങ്ങൾക്കുള്ളവരാണ്. ഇപ്പോൾ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ഒട്ടും തന്നെ കാഴ്ചശക്തി ഇല്ലാത്ത ഒരാളെ എടുക്കുക. ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ കാഴ്ചശക്തി പോയി എന്ന് വിചാരിക്കുക. രണ്ട് കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. ഒന്ന്, കണ്ണിന് പറ്റിയ തകരാറ് കൊണ്ട് അത് സംഭവിക്കാമില്ല. രണ്ടാമത്തത്, കണ്ണിൻ്റെ സിഗ്നൽസ് തലച്ചോറിലേക്ക് പോയിട്ട് അവിടെ പ്രോസസ്സ് ആകാത്ത കൊണ്ടും അത് സംഭവിക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം, എൻ്റെ കണ്ണിൽ എന്തെങ്കിലും അപകടത്തിൽ എൻ്റെ കണ്ണ് രണ്ടും ഡാമേജായി, കുത്തിക്കൊണ്ടു ഡാമേജായി എന്ന് വിചാരിക്കുക. അപ്പോൾ ന്യൂറാലിങ്ക് വാഗ്ദാനം ചെയ്യുന്ന ഒരു സാധ്യത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ മറ്റേ VR ബോക്സ് കണ്ടിട്ടുള്ള കണ്ണിൽ പിടിപ്പിക്കുന്ന ബോക്സ്, അല്ലെങ്കിൽ ബോക്സ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു ഡിജിറ്റൽ കണ്ണട. ഇപ്പോൾ ഒരുപാട് ഗൂഗിൾ ലെൻസ് ഒക്കെ അങ്ങനത്തെ ഡിവൈസുകൾ നിങ്ങൾ വയ്ക്കുകയാണ്. ആ ഒരു ഡിവൈസ് നിങ്ങൾ ക്യാമറ ഉണ്ടല്ലോ, മുമ്പിൽ കാണുന്ന സംഭവങ്ങൾ എന്താണെന്ന് റീഡ് ചെയ്യുകയാണ്. അത് നിങ്ങളുടെ തലച്ചോറിൽ ന്യൂറാലിങ്ക് ഉണ്ട്. ആ ന്യൂറാലിങ്കിലേക്ക് ഡയറക്റ്റ് ഇൻഫോർമേഷൻ കൊടുക്കുകയാണ്. ഇന്ന കാര്യങ്ങളാണ് നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നത് എന്ന് നിങ്ങളുടെ തലച്ചോറിന് മനസ്സിലാക്കിയാണ്. അതായത് ഞാനിങ്ങനെ ഇരിക്കുകയാണ്, അപ്പോൾ എൻ്റെ കണ്ണ് ഡാമേജ് ആയി, പൂർണ്ണമായിട്ടും കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. പക്ഷേ ആ ഒരു ക്യാമറ ഡിവൈസ്, ഒരു ഗ്ലാസ് ആകാം അല്ലെങ്കിൽ ഒരു കോൺടാക്ട് ലെൻസ് ആകാം, എന്തും ആകാം, അത് പിടിപ്പിക്കുകയാണ്. ന്യൂറാലിങ്കുമായിട്ട് ഡയറക്റ്റ് കണക്റ്റഡ് ആണത്. അപ്പോൾ ഒരാളെ മുമ്പിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ തലച്ചോറിലേക്ക് ഇൻഫർമേഷൻ പോകും. ക്യാമറ കണ്ടു, ന്യൂറാലിങ്കിലേക്ക് പോകുന്നു, ന്യൂറാലിങ്ക് പ്രോസസ് ചെയ്യും, ഒരാൾ നിങ്ങളുടെ മുമ്പിൽ വന്നു എന്ന് എൻ്റെ തലച്ചോറിന് ഡയറക്റ്റ് മനസ്സിലാക്കിപ്പിക്കുവാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നടക്കുമോ നമുക്ക് ഭാവിയിൽ? നമ്മൾ പണ്ടൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ കോളൊക്കെ ചെയ്യാൻ പറ്റുമെന്നില്ലല്ലോ. വരും ഭാവിയിൽ ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ്. 3, എൻഹാൻസ്ഡ് കമ്മ്യൂണിക്കേഷനാണ്. ആശയവിനിമയം നടത്താൻ ബുദ്ധിമുട്ടുന്നവർക്ക് ഇത് വലിയൊരു തുണയായിട്ട് മാറും. അതായത് നമുക്കറിയാം, ചില വ്യക്തികൾക്ക് സംസാരിക്കാൻ സാധിക്കില്ല. പോട്ടെ, മറ്റു വ്യക്തികളാണ് എടുക്കുന്നത്, ഞാൻ എന്നെ തന്നെ ഇരിക്കുകയാണ്, എൻ്റെ സംസാരശേഷി നാളെ നഷ്ടപ്പെടുകയാണ്. സാധാരണയിൽ എന്താ ചെയ്യുക, ആംഗ്യ ഭാഷ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ എൻ്റെ കൈ കൂടെ തളർന്നു പോവുകയാണെങ്കിൽ പേന കൊണ്ട് എഴുതാനും പറ്റില്ല, ആംഗ്യ ഭാഷ കാണിക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും മറ്റൊരു വ്യക്തിയായിട്ട്? ഇവിടെയാണ് ന്യൂറാലിങ്കിൻ്റെ മറ്റൊരു പ്രസക്തി വരുന്നത്. ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം ഒരു ഫോണിൻ്റെ സ്ക്രീനിൽ തെളിഞ്ഞു വന്നാലോ, ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ വന്നാലോ, അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും ഒരു SMS നമ്മളുടെ അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ അവരുടെ ഫോണിലേക്ക് പോയാലോ, നിങ്ങൾ ആവശ്യമുണ്ടോ ഒന്ന് ഇങ്ങോട്ട് വരാമോ എന്ന് ചോദിച്ചാലോ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും ഒരു ഫോൺ കോൾ അവർക്ക് അടിച്ചാലോ, നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും നമ്മളുടെ വോയിസ് പോലെ ഒരു സ്പീക്കറിൽ കൂടെ ശബ്ദം കേട്ടാലോ, ഇങ്ങനെയുള്ള സാധ്യതകൾ വന്നാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ഇതാണ് മറ്റൊരു വാഗ്ദാനം എന്ന് പറയുന്നത്. സംസാരശേഷിയും കൈയുടെ ശേഷിയും നഷ്ടപ്പെട്ടവർക്ക് സാധാരണഗതിയിൽ കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയം നടത്താൻ വലിയ പാടാണ്. പക്ഷേ ന്യൂറാലിങ്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം ഈ തരത്തിൽ ഞാനിപ്പോൾ പറഞ്ഞ രീതികളിലൂടെ മറ്റൊരു വ്യക്തികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ന്യൂറാലിങ്ക് മുമ്പോട്ട് വയ്ക്കുന്ന ഒരു സാധ്യത. 4, രോഗങ്ങൾ പ്രവചിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ സ്മാർട്ട് വാച്ചുകൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ സ്മാർട്ട് വാച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കണ്ടിന്യൂസ്ലി നമ്മുടെ ഹേർട്ട് റേറ്റ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹേർട്ട് റേറ്റ് തീരെ കുറഞ്ഞു പോയി ഒരുപാട് സമയം അങ്ങനെ നിന്നാലോ, അല്ലെങ്കിൽ ഏറ്റവും കൂടി ഇങ്ങനെ കുറേ നേരം നിന്ന് കഴിഞ്ഞാലോ ഒക്കെ തന്നെ നമ്മളെ ആ ഒരു വാച്ച് നോട്ടിഫൈ ചെയ്ത് നമുക്കത് ഫോണിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട്, ഹൃദയമിടിപ്പുമായി ബന്ധപ്പെട്ട് എന്തോ പ്രശ്നമുണ്ട്, അതിൻ്റെ പിന്നിൽ മറ്റൊരു കാരണങ്ങളുണ്ടാകാം എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ സ്മാർട്ട് വാച്ചുകൾ അത് മുമ്പോട്ട് വയ്ക്കുന്നില്ല, അത് സത്യസന്ധമായിട്ടുള്ള കാര്യമല്ലേ. ഈ സാധ്യത തന്നെയാണ് ന്യൂറാലിങ്ക് മുമ്പോട്ട് വയ്ക്കുന്നത്. നമ്മളെ തലച്ചോറ് ഡയറക്റ്റ് ഘടിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ തലച്ചോറിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള ഇലക്ട്രിക് സിഗ്നലുകളും പിടിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ അതിന് എന്തെങ്കിലും വ്യതിയാനം വന്നു കഴിഞ്ഞാൽ, സാധാരണഗതിയിലുള്ള അളവുകളിൽ നിന്നും എന്തെങ്കിലും വ്യതിയാനം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മനസ്സിലാക്കാനും ഇന്നൊരു രോഗത്തിൻ്റെ സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാനും ന്യൂറാലിങ്കിന് സാധിക്കും എന്നുള്ളതാണ് വാദം. ഉദാഹരണം, ബൈപ്പോളാർ ഡിസോർഡർ, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, ആൽഷിമേഴ്സ് അല്ലെങ്കിൽ പാർക്കിൻസൺസ് ഡിസോർഡർ, അല്ലെങ്കിൽ രോഗങ്ങൾ മാറ്റിയിട്ട് ആങ്സൈറ്റി അനുഭവപ്പെടുന്നുണ്ടോ? ഇപ്പോൾ പൾസസ് ചിലപ്പോൾ ആ അവസ്ഥയിൽ ഭയങ്കരമായിട്ട് സ്പൈക്സ് ഇങ്ങനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കാം. ഇതൊക്കെ പിടിച്ചെടുത്ത് ഈ ഒരു അവസ്ഥകളുണ്ടോ, ഈ ഒരു രോഗങ്ങൾ ആണോ, അതിൻ്റെ ലക്ഷണങ്ങളാണോ, ഒരു അപകട സൂചന, അത്രയേ ഞാൻ പറയുന്നുള്ളൂ, ഒരു അപകട സൂചന തരാനായിട്ട് ന്യൂറാലിങ്കിന് സാധിക്കും. 5, നമ്മുടെ തലച്ചോറിൻ്റെ ശേഷി കൂട്ടുക എന്നുള്ളതാണ്. എന്ത് കാര്യത്തിലുള്ള ശേഷി എന്ന് നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും. ഇപ്പോൾ ഒരു ഉദാഹരണം, നമ്മൾ സ്കൂളിൽ കോളേജിലൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നേരിടുന്നത് എന്താണ്? പഠിക്കാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഒക്കെ ആണെങ്കിൽ വളരെ പാടാണ്, ചില കാര്യങ്ങളൊന്നും മനസ്സിലാകത്തില്ല, ഓർമ്മയിൽ നിൽക്കത്തില്ല, എന്ത് ചെയ്യണമെന്നറിയത്തില്ല, ആകപ്പാടെ നമ്മൾ വല്ലാണ്ട് ഇതൊക്കെ എന്തോടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമല്ലേ. ഇവിടെ ഈ ഒരു ന്യൂറാലിങ്കിന് നമ്മളെ സഹായിക്കാൻ പറ്റും. ന്യൂറാലിങ്ക് ലോകമെമ്പാടുമുള്ള ഡാറ്റ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻ്റർനെറ്റുമായിട്ടും ഗൂഗിളുമായിട്ടും എല്ലാമായിട്ടും ഇൻ്റർ കണക്റ്റഡ് ആണ്. പുറത്തുനിന്നുള്ള സറൗണ്ടിങ്സിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്തേക്ക് ഫീഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇതുവഴി അൾട്ടിമേറ്റ്ലി നമ്മുടെ തലച്ചോറിലേക്കായിരിക്കും ഇത് ഫീഡ് ചെയ്ത് തരുന്നത്. അതുവഴി നമ്മളുടെ ഏകാഗ്രത,
നമുക്ക് അതായത് നമുക്ക് കോച്ച് ഉണ്ടാകാറുണ്ട് ഒരു സ്പോർട്സിനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനാണെങ്കിലും എക്സാമിന് എങ്ങനെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു തരാൻ കരിയർ ഗൈഡൻസ് കോച്ചുകൾ ഉണ്ടാകാറുണ്ടല്ലോ. നമ്മളുടെ തലച്ചോറിന് വേണ്ടിയിട്ട് ഒരു പേഴ്സണലൈസ്ഡ് കോച്ച് ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? നമ്മുടെ തലച്ചോറിനെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കോച്ചായിട്ടാണ് ഈ ഒരു ന്യൂറാലിങ്ക് അവതരിച്ചിരിക്കുന്നത്. നമ്മൾക്ക് ശ്രദ്ധ, നമ്മൾക്ക് ഇങ്ങനെ പഠിക്കണം, നമുക്ക് ഫോക്കസ് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു കോച്ച് എന്ന പോലെ, ഒരു പേഴ്സണലൈസ്ഡ് കോച്ച് എന്ന പോലെ ഈ ഒരു ന്യൂറാലിങ്ക് പ്രവർത്തിക്കുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം, നമ്മളുടെ സ്മാർട്ട് വാച്ചും ഇങ്ങനെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അതൊരു പേഴ്സണൽ കോച്ചാണ്. നമ്മൾ ഒരുപാട് നേരം ഇരുന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ സ്മാർട്ട് വാച്ച് പറയാറില്ലേ, നിങ്ങൾ കുറേ നേരമായി ഇരിക്കുന്നു, ഒന്ന് എഴുന്നേറ്റ് നടക്ക്. നിങ്ങൾ അതുപോലെ തന്നെ കുറേ ഇൻഡെക്സുകളൊക്കെ ഉണ്ട്. നമ്മൾ വർക്കൗട്ട് ചെയ്തു, അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്, അതിൻ്റെ ഇൻഡെക്സുകൾ, നിങ്ങൾ ഇത്രയും വർക്കൗട്ടുകൾ കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ വേറെ വെയിറ്റ് സ്കെയിലൊക്കെ ആയിട്ട് ആ വാച്ചിനെ ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ, ഒരു അക്കൗണ്ടിലൂടെ ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് കുറയുന്നുണ്ട്, കൂടുന്നുണ്ട്, നിങ്ങൾ ഒബീസിലേക്ക് പോവുകയാണ്, നിങ്ങൾ ഇത്ര നേരം വർക്കൗട്ട് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഒരു വാച്ചിന് ഇന്ന് പറയാൻ പറ്റുമല്ലേ. അപ്പോൾ വരും ഭാവിയിൽ, ഉടനെ എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു 20 വർഷങ്ങൾക്കപ്പുറം എന്ന് കൂട്ടാം അല്ലേ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധ്യമായിക്കൂടെ. ആറാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് തോന്നിയെന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി വളരെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് AI വഴി ചെയ്യാൻ പറ്റും. പലതും ഓപ്പൺ സോഴ്സ് ആണ്, എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് പല കാര്യങ്ങളും വന്നിട്ടുള്ളതല്ലേ. അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് നമ്മൾ AI അടിച്ചൊതുക്കി വയ്ക്കുകയല്ല ചെയ്യുന്നത്. AI ഡെവലപ്പ് ചെയ്യുക തന്നെ വേണം, അത് ഹ്യൂമൻ കൺട്രോളിൽ നിൽക്കുകയും വേണമല്ലേ. അതിനൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് നമ്മളും AI കൂടെ ഒരുമിച്ച് പോകണം. അല്ലാതെ ഞാനാണ് വലിയവൻ, AI ആണ് വലിയവൻ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. നമുക്ക് രണ്ടും വേണം, നമ്മളുടെ തലച്ചോറും വേണം, AIയും പോകണം. അപ്പോൾ അവിടെ ഒരു സഹവർത്തിത്വം ആവശ്യമാണ്. രണ്ടുപേരും കൂടെ വളരെ കോപ്പറേറ്റീവായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, നമ്മളവിടെ വർഷങ്ങളായിട്ടുണ്ട്, പുതിയ കുറച്ച് എംപ്ലോയീസ്, തൊഴിലാളികൾ അവിടെ വരികയാണ്, നമ്മൾ അവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കേണ്ടേ നമ്മളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്. വലിയൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടായിരിക്കും നമ്മളെല്ലാം വർക്ക് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് പ്രവർത്തിക്കാൻ വേണ്ടി ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തലച്ചോറിന് ടെക്നോളജിയുമായിട്ട് ഡയറക്റ്റ് ഒരു ലിങ്ക് ഉണ്ടാകുകയല്ലേ. ഇത് തന്നെയാണ് ന്യൂറാലിങ്ക് വാഗ്ദാനം ചെയ്യുന്നത്. നമ്മൾ AI വഴി സമാഹരിച്ച വിവരങ്ങളെല്ലാം നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്നു, തലച്ചോറിൽ നിന്ന് AIയിലേക്ക് പോകുന്നു. രണ്ടും കൂടെ ബന്ധപ്പെട്ട് നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ലൈഫിന് വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരവസ്ഥ, ഒരു സാഹചര്യമാണ് നമ്മൾ അല്ലെങ്കിൽ ന്യൂറാലിങ്ക് ഇവിടെ വിഭാവനം ചെയ്യുന്നത്. ഇത്രയുമൊക്കെയാണ് ന്യൂറാലിങ്ക് കൊണ്ടുള്ള നേട്ടങ്ങൾ. ഇനി നമുക്കതിൻ്റെ ഡിസഡ്വാൻറ്റേജ്, കുറച്ച് അപകടം പതിയിരിക്കുന്ന കാര്യങ്ങൾ കൂടെ പറയേണ്ടത്, തീർച്ചയായിട്ടും പറയേണ്ടതുണ്ടല്ലേ. ഏത് ടെക്നോളജി ആണെങ്കിലും അതിന് രണ്ട് വശങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാകാറുമുണ്ട്. ഇപ്പോൾ ന്യൂറാലിങ്കിൻ്റെ ആദ്യത്തെ ഒരു വിവാദമായിട്ടുള്ള കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ന്യൂറാലിങ്കിൻ്റെ ആദ്യത്തെ പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത് മൃഗങ്ങളിലായിരുന്നു, പ്രധാനമായിട്ടും കുരങ്ങന്മാരിൽ. ഏറ്റവും കൂടുതൽ കാര്യങ്ങൾക്ക് ഇരയാകുന്ന കുരങ്ങന്മാരാണല്ലോ. ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്, അതിലേക്കൊന്നും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അതായത് വളരെ ക്രൂരമായിട്ടുള്ള തരത്തിൽ അവരുടെ തലച്ചോറിലേക്ക് ന്യൂറാലിങ്ക് ഇംപ്ലാന്റ് ചെയ്യുകയും ആ കുരങ്ങന്മാർ വളരെ ബുദ്ധിമുട്ടുന്ന, വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ കാണപ്പെടുകയും ചെയ്തു എന്നാണ് പല ആധികാരികമായിട്ടുള്ള റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ആ റിപ്പോർട്ടുകളുടെ പേരൊക്കെ ഞാൻ ഇവിടെ വേണമെങ്കിൽ എഴുതി കാണിക്കാം. അപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് എക്സ്പ്ലനേഷൻ ഉണ്ട്, വലിയ റിപ്പോർട്ടുകൾ വലുതാണ്, പക്ഷേ ഞാൻ പോകുന്നില്ല. അതായത് ന്യൂറാലിങ്കിൻ്റെ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ലബോറട്ടറികളിൽ ഏത് മരുന്നുകളൊക്കെ ആണെങ്കിലും മൃഗങ്ങളിലാണ് ആദ്യം പരീക്ഷിക്കുന്നതെന്ന് അറിയാമല്ലോ. അതുപോലെ തന്നെ ന്യൂറാലിങ്ക് എന്ന് പറഞ്ഞാൽ മരുന്നല്ല, തലച്ചോറിൻ്റെ അകത്തേക്ക് ഓപ്പറേറ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ്. അങ്ങനെ ഈ കുട്ടിക്കുരങ്ങന്മാരിലും ചെറിയ ചിമ്പാൻസികളിലും പന്നികളിലും ഒക്കെ ഇത് പിടിപ്പിക്കുകയും അവർ വളരെ ടോർച്ചർ, ഒരു ആനിമൽ ടോർച്ചർ അവിടെ നടന്നു എന്നുള്ള കാര്യം ഒരുപാട് സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഏറ്റവും വലിയൊരു അപകടം, അത് വലിയൊരു സാധ്യതയുള്ള, നമ്മൾ വളരെ ആശങ്കയോടുകൂടി കാണേണ്ട ഒന്ന് തന്നെയാണ് ഹാക്കബിലിറ്റി. അതായത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഏത് ഡിവൈസും ഹാക്കബിൾ ആണ് അല്ലേ. അത് ഒട്ടും തന്നെ ഹാക്കബിൾ അല്ല, 0% ഹാക്കബിൾ എന്ന് പറയാൻ പറ്റുമോ? എന്തെങ്കിലും എടുത്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ, നമ്മുടെ സ്മാർട്ട് ഫോൺസ്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ, നമ്മുടെ ISR സിസ്റ്റംസോ എല്ലാം വൾനറബിലിറ്റി ഉണ്ട്. പലരും അങ്ങനത്തെ ഹാക്ക് ചെയ്തിട്ടുണ്ട്. ഈവൻ നാസ വരെ ഹാക്ക് ചെയ്തിട്ടുള്ള പയ്യന്മാരുണ്ട്, അറിയാമല്ലോ അല്ലേ. എന്തായാലും നമ്മുടെ ഫോണൊക്കെ ഹാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിനെ അത് ബാധിക്കുന്നില്ല. പക്ഷേ ഇവിടെ എന്താണ്, നമ്മളെ മനസ്സിനെ ഡയറക്റ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം ഹാക്കഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോവുക? ഒരു ഡിസ്റ്റോപ്പിയൻ റിയാലിറ്റി ചിന്തിക്കുക. അതായത് എല്ലാം തലകീഴായി മറിയുന്ന ഒരു അവസ്ഥ എന്ന് ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ Enthran 1 ലാസ്റ്റ് പാർട്ട് ഉണ്ടല്ലോ, അതായത് ചിട്ടിയുടെ മേത്ത് മറ്റേ റെഡ് ചിപ്പ് കുത്തുമ്പോഴേക്കും എന്താണ് സംഭവിക്കുന്നത്? ടെക്നോളജി എന്ന് പറയുന്നത് മനുഷ്യന് ഭയങ്കര ദുരന്തമായിട്ട് വരികയാണ്. ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൃത്രിമ ബുദ്ധിയും റോബോട്ടിക്സും എല്ലാം മനുഷ്യനെ എതിരായിട്ട് ഹ്യൂമാനിറ്റിയെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് വരികയാണ്. അതൊരു ഡിസ്റ്റോപ്പിയൻ റിയാലിറ്റിയാണ്. എല്ലാം തലകീഴായി മറിഞ്ഞ് എല്ലാം നാശത്തിലേക്ക് പോകും. ആ ഒരു സാങ്കല്പിക ലോകത്ത് മനുഷ്യനെ ഇല്ലാണ്ടാക്കാൻ ശേഷിയുള്ള രീതിയിലേക്ക് ഇത് മാറാം വേണമെങ്കിൽ. അത് എക്സ്ട്രീമാണ്, ഒരു ഡിസ്റ്റോപ്പിയൻ റിയാലിറ്റി പറയുകയാണ്. അപ്പോൾ അങ്ങനെ പോയിക്കൂടെ? അതാണ് പലരും ചോദിക്കുന്നത്. കാരണം
ഏത് ഇലക്ട്രോണിക് ഡിവൈസുകളും ഹാക്കബിൾ ആണ് എന്നൊരു തിയറിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഐഡിയ വന്നിട്ടുള്ളത്. അടുത്തത്, ഈ ന്യൂറാലിങ്ക് നമ്മളുടെ തലച്ചോറിനെയും നമ്മളുടെ ചിന്തകളെയും ഒക്കെ ഡയറക്റ്റ് ബന്ധിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അതായത് നമ്മളുടെ മനുഷ്യത്വത്തിൻ്റെയും ടെക്നോളജിയും ഇടയിലുള്ള ഒരു ബൗണ്ടറി ഉണ്ട്, ഒരു അതിർത്തി രേഖയുണ്ട്, ഒരു വരമ്പുണ്ടല്ലേ. ഈ വരമ്പിനെ മായ്ച്ചു കളയുകയാണ്. അതായത് എന്താണ് ശരി, എന്താണ് മാനുഷികപരമായിട്ട് ശരി, എന്താണ് മാനുഷികപരമായിട്ട് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യനും ടെക്നോളജിയും ഒരുപക്ഷെ മാറിയേക്കാം. ഇതിൻ്റെയും റെഫറൻസ് എന്തിരൻ മണ്ണാണ്. നമുക്കറിയാം, അതിൻ്റെ അകത്ത് കാണിക്കുന്ന ഒരു രംഗമുണ്ട്. ഒരു തീയിൽപ്പെട്ട പെൺകുട്ടി, വസ്ത്രങ്ങളൊന്നുമില്ല, വസ്ത്രങ്ങൾ കത്തിപ്പോയി. പെട്ടെന്ന് ആ കുട്ടി അപ്പാടെ എടുത്തുകൊണ്ട് പബ്ലിക്കിലേക്ക് വരികയാണ്. അപ്പോൾ അതിനറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്. കാരണം അത് ചെയ്യുന്നത് ശരിയാണെന്നാണ് വിചാരിക്കുന്നത്. അവിടെ ഹ്യൂമാനിറ്റിയുടെ ഒരു അതിർവരമ്പ് അവിടെ മായ്ക്കപ്പെട്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ ഈ അവസ്ഥയിൽ ഒരു റോബോട്ട് തനിയെ പ്രവർത്തിക്കുന്നതല്ല, നമ്മുടെ മനുഷ്യ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒന്നാണ്. നമ്മളുടെ മനുഷ്യത്വം മരവിച്ച് പോവുക. നമുക്ക് എന്താണ് ശരി, എന്താണ് മാനുഷികപരമായിട്ട് തെറ്റ് എന്നറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുമോ? മാനുഷികപരമായിട്ട് ശരി, മാനുഷികപരമായിട്ട് തെറ്റ് എന്ന് പറയുന്നതിൽ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യ മനസ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ്. അല്ലാതെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ശരി, എന്താണ് തെറ്റെന്നൊക്കെ നമ്മളെക്കാൾ കൂടുതൽ ആർട്ടിഫിഷ്യൽ സാങ്കേതിക വിദ്യകൾക്ക് അറിയാൻ പറ്റും. എല്ലാ വകുപ്പുകളും എല്ലാ നിയമങ്ങൾക്കും അവർക്ക് അറിയാൻ പറ്റുമല്ലേ. പക്ഷേ ഈ മാനുഷികപരമായിട്ടുള്ള കാര്യങ്ങളുടെ അതിർത്തി രേഖ മാഞ്ഞുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ദുരന്തമായി ഭവിക്കില്ലേ. എന്നിരുന്നാലും ഒന്നുകൂടി പറയുകയാണ്, എന്നിരുന്നാലും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ന്യൂറാലിങ്ക് വേണ്ടെന്നാണോ നമ്മൾ വയ്ക്കേണ്ടത്? അങ്ങനെയല്ല. ഏതൊരു ടെക്നോളജി വരുമ്പോഴും അതിന് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടാറുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോവുകയാണ് ചെയ്യപ്പെടാറുമുള്ളത്. ഇപ്പോൾ നമ്മൾ വാട്സാപ്പ് വീഡിയോ കോൾ ചെയ്യുന്നത് തുടക്കകാലത്തൊക്കെ എത്രത്തോളം സേഫ് ആയിരുന്നു? അല്ല, പിന്നീട് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ആക്കി അങ്ങനെ ഒരുപാട് ലെയർ ഓഫ് സെക്യൂരിറ്റീസ് ആഡ് ചെയ്താണ് പോകുന്നതല്ലേ. അപ്പോൾ എല്ലാ ടെക്നോളജീസും, ഈവൻ നമ്മൾ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഹാക്കബിൾ അല്ല. അതിന് വേണ്ടിയിട്ട് ഒരുപാട് മെഷർമെൻറ്റ്സ് ചെയ്യുന്നു, ഒരുപാട് ഇപ്പോൾ ലോക്ക് സിസ്റ്റം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതൊക്കെ പരിഹരിച്ച് പോകാനേ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജി വരുമ്പോഴേക്കും അതിന് ഇങ്ങനത്തെയൊക്കെ ദോഷങ്ങളുണ്ട് എന്നും പറഞ്ഞിട്ട് മാറ്റിവെക്കുകയല്ല ചെയ്യുന്നത്. ആ ദോഷങ്ങളെയൊക്കെ എങ്ങനെ നമുക്ക് മറികടക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് ആ ദോഷങ്ങളെയൊക്കെ പരിഹരിച്ചുകൊണ്ട് അതൊരിക്കലും മനുഷ്യന് അപകടമാകില്ല എന്നൊരവസ്ഥ വരുന്ന സമയത്ത് അത് വ്യാപകമായിട്ട് വാണിജ്യാടിസ്ഥാനത്തിൽ ലോകത്തിന് സമർപ്പിക്കപ്പെടുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ തന്നെയായിരിക്കും ഈ ഒരു സംഭവം പോകുന്നത്. ഇനി ഇത് എന്താണ് ഇതിൻ്റെ ഭാവി നോക്കുകയാണെങ്കിൽ അനന്ത സാധ്യതകളല്ല. ഇത്രയും പറഞ്ഞതിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പ്രധാനമായിട്ടും ഇത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നത് അംഗവൈകല്യമുള്ളവർ, കാഴ്ച വൈകല്യമുള്ളവർ, അല്ലെങ്കിൽ കേൾവിയുടെ പ്രശ്നങ്ങളുള്ളവർ. അതും ഞാൻ കാഴ്ചയുടെ കാര്യം പറഞ്ഞു, കേൾവി അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ, വോയിസ് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മൈക്ക് ഉണ്ടെങ്കിൽ ആ മൈക്ക് ഡയറക്റ്റ് ഇതുമായിട്ട് കണക്റ്റഡ് ആയാൽ മതി. വയർലെസ് മൈക്ക് നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. നമ്മൾ കേൾക്കുന്ന കാര്യം എന്താണെന്ന് ബ്രെയിനിന് പറഞ്ഞു കൊടുക്കുന്നു. ഈ ന്യൂറാലിങ്കിൽ എത്തുന്നു, ന്യൂറാലിങ്ക് നമ്മുടെ ബ്രെയിനിന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഹെൽത്ത് കെയർ സിസ്റ്റം ഒരുപാട് ബെനിഫിറ്റ് ആക്കും. നമ്മുടെ ബ്രെയിനിൻ്റെ ഫംഗ്ഷൻസ് കൂട്ടി നമ്മുടെ ഏകാഗ്രത, എങ്ങനെ പഠിക്കണം, എല്ലാ കാര്യങ്ങളും വളരെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ചുറ്റുമുള്ള നോളജുകൾ ഈസിലി ആക്സസിബിൾ ആണ്, ഒരു സൂപ്പർ ഹ്യൂമൻ എന്ന പോലെ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ തന്നെ ഒരു സീറോ ഫ്ലോസ് ആയിട്ട്, അതായത് ഒട്ടും തന്നെ എററില്ലാതെ ഇത് ലോകത്തിന് തുറന്നു കൊടുക്കപ്പെടുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അനന്ത സാധ്യതകളായിരിക്കും. അപകടങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് തന്നെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതാണ് ന്യൂറാലിങ്കിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. എന്തായിരിക്കും ന്യൂറാലിങ്കിൻ്റെ ഭാവി? ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇസ്മേഷൻ പ്ലീസ് സൈനിങ് ഔട്ട്.